40 വർഷമൊക്കെ ഒരുമിച്ചൊരു കുടുംബജീവിതം നയിച്ചേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞ് അവരുടെ ഭർത്താവിന്റെ ഫോണിൽ കാണുന്ന ഒരു മോശപ്പെട്ട മെസ്സേജിന്റെ പേരിൽ 70 വയസ്സിനോടടുത്ത് വന്ന ഒരു പുരുഷന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല, അദ്ദേഹത്തോട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്നൊരു സഹോദരി പറയുമാറ് ഇത്ര നീണ്ട കുടുംബജീവിതത്തിൽ പോലും വിള്ളലുണ്ടാവാനുള്ള കാരണങ്ങളെ. അപ്പൊ അത് നിസ്സാരമല്ല. കേവലം ഒരു ഫോണിന്റെ ചാറ്റിങ്ങിലൂടെ തുടങ്ങി, ചെറിയ സംഭാഷണങ്ങളിലൂടെ തുടങ്ങി, തൻ്റെ പ്രിയപ്പെട്ടവനോട് പങ്കുവെക്കാൻ കഴിയാത്ത എന്തോ ഒരു സംസാര വൈകൃതങ്ങൾ മറ്റുള്ളവരിലേക്ക് കടന്നു വരുമ്പോൾ, സുരക്ഷിതമായി വീടിന്റെ ടേബിളിൽ വെച്ച് സ്വതന്ത്രമായി വീട്ടിലൂടെ നടന്നിരുന്ന നമ്മൾ ആ വീട്ടിലേക്ക് കടന്നതിന് വരുന്നതിന് മുമ്പ് ഫോണിന്റെ ഡിലേറ്റുകൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് അതിനൊരു പാസ്വേഡുകൾ വെച്ച് അതിലൂടെ കടന്നു വരുന്ന ഏതൊരു മെസ്സേജിന്റെ ട്യൂണുകളാവട്ടെ, അലേർട്ടുകളാവട്ടെ, നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ഒരു വേള ഒരുപക്ഷെ തെറ്റായ രീതിയിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ കുടുംബത്തിനോട് മറപിടിക്കുന്ന അവസ്ഥകളിൽ കടന്നു വരുന്നുവെങ്കിൽ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, കുടുംബത്തിന്റെ മാധുര്യങ്ങൾ കഴിഞ്ഞു, കുടുംബത്തിന്റെ സ്വസ്ഥതകൾ കഴിഞ്ഞു, കുടുംബത്തിന്റെ സമാധാനങ്ങൾ കഴിഞ്ഞു. ഏറ്റവും സ്വസ്ഥപൂർണമായ ഒരു ജീവിതത്തിന് സമാപ്തി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ മനസ്സുകളിൽ എവിടെയെങ്കിലും ചാബല്യങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ഒരു ഇസ്തിഗ്ഫാറിന്റെ മനസ്സോടുകൂടെ അല്ലാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. എവിടെങ്കിലും ഏതെങ്കിലും നാമ്പുകളിൽ അതിന്റെ തിരശ്ശീലകൾക്ക് അവസാനങ്ങളിലേക്ക് എത്താതെ തുടക്കത്തിലാണുള്ളതെങ്കിൽ അതിനെ മുറിച്ചു വെക്കുന്നു എന്ന ചിന്തയോടുകൂടെ അല്ലാതെ ഇറങ്ങിപ്പോവാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഇതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ എന്താണ്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്. ലോകത്ത് ഞാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്മ എന്താണ്? അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാതാപിതാക്കൾക്ക് ബിർറുൽ വാലിദൈൻ, നന്മ ചെയ്യലാണ്. പക്ഷെ ഒരു മനുഷ്യൻ ദുനിയാവിൽ ചെയ്യുന്ന വലിയ പാപങ്ങൾ എന്താണ്? അവിടെ മുത്ത റസൂൽ പറഞ്ഞു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ് എന്നുള്ളതാണ്. ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോ ചെറുപ്പക്കാരോടാണ്, കലാലയത്തിലെ വിദ്യാർത്ഥികളോടാണ്, പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവളെ ചേർത്ത് വെച്ച് വളർത്തുന്ന ചെറുപ്പക്കാരോടാണ്. ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിലെ അവരുടെ മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും, അവരുടെ അഭിമാനങ്ങൾ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, അവർക്ക് ഇന്നലെ വരെ കണ്ട മാതാപിതാക്കളെക്കാളും വാല്യൂ കാണുന്നത് അത് അവരുടെ ബെസ്റ്റി എന്ന ഓമന പേരിട്ട്, ബോയ് ഫ്രണ്ട് എന്ന ഓമന പേരിട്ട്, ഗേൾ ഫ്രണ്ട് എന്ന ഓമന പേരിട്ട് കടന്നു വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രമാത്രം അവർ ഒരുങ്ങുന്നുണ്ടാവും, അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. നമ്മളുടെ ഭാര്യയാണ് നമ്മൾ വഞ്ചിക്കുന്നതെങ്കിൽ ഒരു നിക്കാഹിന്റെ വേദിയിൽ വെച്ച് മഹർ സ്വീകരിച്ച് കൈപിടിച്ച് തരുമ്പോ എന്റെ രക്ഷാധികാരത്തിലുള്ള മകളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നൊരു വാപ്പ പറയുമ്പോ, ആ മകളുടെ രക്ഷാകർത്തൃത്വങ്ങളെ ഏറ്റെടുക്കുമ്പോ അകാരണമായി വാപ്പാന്റെ കീഴിൽ വളരുന്ന മകളുടെ കണ്ണ് നിറയുമ്പോ ചങ്ക് പടച്ചിരുന്ന വാപ്പ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നപ്പോ ആ കണ്ണിനെ നിറക്കാൻ നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ, അതിന് മാതാപിതാക്കൾ നൊമ്പരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇസ്ലാം പറഞ്ഞ പാപത്തിന്റെ ഗണത്തിൽ ഒന്ന് വീണ് കഴിഞ്ഞു. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. അവരുടെ ഹൃദയം നുറങ്ങാൻ അതൊരു കാരണമായിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഏത് മാനസികമായ വിഷമങ്ങളിലും രോഗങ്ങളിലും കഴിയുമ്പോഴാണ് മക്കളുടെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളെ കേൾക്കുമ്പോ, അതല്ലെങ്കിൽ സ്വന്തം കെട്ടിച്ചയച്ച മകളുടെ വേദനകൾ അറിയുമ്പോ, മകന്റെ കയ്യിൽ നിന്നാണ് തോതിവാസങ്ങൾ നടക്കുന്നത് എന്നറിയുമ്പോ, ആളുകളുടെ മുന്നിൽ ഇന്ന മനുഷ്യന്റെ മകനാണെന്ന് പറയുമ്പോ അവരുടെ അഭിമാനത്തിനെ ചീന്തുന്നുവെങ്കിൽ അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിനേക്കാളും വിലയുള്ളത് എന്തിനാണെന്നറിയോ? ഒരു വിശ്വാസിയുടെ അഭിമാനത്തിനാണ്. അതിനെ കളങ്കം വരുത്തുന്നത് അത് മാതാപിതാക്കളാണെങ്കിൽ അള്ളാന്റെ കോടതിയിലൂടെ മാപ്പില്ലാത്ത പാപമാണ്. മാത്രമല്ല, 2, ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഈ അവിഹിത ബന്ധങ്ങൾ ആളുകൾക്ക് അപമാനമുണ്ടാക്കി തീർക്കുമെന്നല്ല. ആളുകൾക്ക് അപമാനമുണ്ടാക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരും അറിയാതെ ചെയ്ത ചാറ്റിംഗ് ആണെന്ന്? ആരും എന്നെ ശ്രദ്ധിക്കപ്പെടാത്ത സ്വകാര്യതയിൽ, നിങ്ങൾക്കറിയാം, മൊബൈലുകളിലൂടെ ഹൈഡ് ചെയ്ത് വെക്കാൻ കഴിയാവുന്ന ആപ്പുകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഒരു ഭാഗത്ത് ആവശ്യമാണെന്നും അതിനെന്താ പ്രശ്നമെന്നും 6-ാം നൂറ്റാണ്ടെന്ന ബസ് കിട്ടാത്തവരാണ് ഇന്ന് പുലമ്പുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ടായിരിക്കെ, അഭിമാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് അള്ളാന്റെ ദീനാണ്. അസ്സീന യദ്ഹബു ബികറാമത്തിൽ ഫതാത്ത്, യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ അഭിമാനം ഇല്ലാതായി പോകും, അപമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര രീതിയിലൂടെയാണ്. മാത്രമല്ല, ഇതിന്റെ അനന്തരഫലമായി 3-ാമത്തത്
അനാഥത്വങ്ങളെ സൃഷ്ടിക്കുകയാണ്, അനാഥരായ മക്കളെ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറി ചെന്ന് തനിക്ക് അർഹതയില്ലാത്തൊരു സ്ത്രീ ഈ പുരുഷൻകാരന് ഗർഭിണിയായാൽ, ഒരു സ്ത്രീ ഒരു ഹറാമായ മനുഷ്യനുമായി ഗർഭിണിയായാൽ ആ കുട്ടിയുടെ പിതൃത്വം നിലനിൽക്കില്ല എന്നാണ് ഇസ്ലാമിന്റെ ശരിയാത്ത്. ഇനി അതിന്റെ പേരിൽ ഡിവോഴ്സ് ചെയ്യപ്പെട്ടാൽ ആ മക്കൾ ഇവിടെ വളരും. എന്തു പറയും അവരോട്? അവരുടെ ബാപ്പാരെന്ന് പറയും, ഉമ്മാരെന്ന് പറയും. ആര് കാരണമുണ്ടാക്കി പ്രിയമുള്ളവരെ അള്ളാഹിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വന്നു നിൽക്കുമോ? മാപ്പ് കിട്ടുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ മാപ്പ് കിട്ടോ? അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയാണ്, കുട്ടികളുടെ അനാഥത്വം സൃഷ്ടിക്കുന്നതാണ്. ഇനിയോ മാനസികമായ വികാരങ്ങളെ തകർത്തെറിയുന്നതാണ്. ആ വികാരത്തിന്റെ പീക്ക് ലെവൽ എന്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ വികാരമൊന്നും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ ആദ്യം ഓടില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാര്യയുടെ ഫോണിലാണ് മറ്റൊരാളുടെ ചാറ്റിംഗ് കാണുന്നതെങ്കിലോ എന്തായിരിക്കും മാനസികമായ അവസ്ഥ? നമ്മളുടെ പെൺകുട്ടികളോടാണ് ഒരാൾ മോശമായി പെരുമാറിയതെങ്കിലോ, നമ്മളുടെ ഉമ്മാനോടാണ് ഒരാൾ മോശമായി പെരുമാറുന്നതെങ്കിലോ നമ്മളുടെ വൈകാരികതകൾ കടന്നു വരില്ലേ? എന്താ ഈ മാനസികാവസ്ഥ കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ്? മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ഹൃദയത്തിൽ കൊത്തിവെച്ച പ്രിയമുള്ളവരെ. അദ്ദേഹം പറയാണ്, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി, എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ എങ്ങാനും ഞാൻ കണ്ടാൽ ലദറബ്തുഹു ബിസൈഫ്, വാളുകൊണ്ട് അവന്റെ തല ഞാൻ അറുത്ത് കളയുമെന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഫബലഅ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഈ വാക്കത്താണ്. സഅദ് ഇബ്നു ഉബാദ പറഞ്ഞു, എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ കണ്ടാൽ അവന്റെ തല എന്റെ വാളിനരയാക്കുന്ന സഅദ് ഇബ്നു ഉബാദ പറഞ്ഞു എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ മുത്തനബി ചോദിച്ചു, അത്തഅജബൂന മിൻ ഗൈറതി സഅദ്, സഅദിന്റെ ദേഷ്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? എന്നാൽ അന അഗ്യറു മിൻ, ആ സഅദിനെക്കാളും ദേഷ്യമുള്ളവൻ ഞാനാണ്. സഅദ് പറഞ്ഞ പോലെ അവന്റെ തല വാളിനിരയാക്കുമെന്ന് പറഞ്ഞ അതിന്റെ മേലെയാണ് ഈ മുഹമ്മദ് എന്ന് ഞാൻ ദേഷ്യപ്പെടുക എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വാക്ക് കേട്ടോ, ആ സഅദ് പറഞ്ഞ തലവെട്ടുന്നതിനേക്കാളും ദേഷ്യം എനിക്കുണ്ടെങ്കിൽ വല്ലാഹു അഗ്യറു മിന്നി, എന്നെക്കാളും ദേഷ്യമുള്ളത് എന്റെ റബ്ബിനാണ്, എന്റെ അള്ളാഹ്ക്കാണ്. എന്റെ പടച്ചോൻ എന്നെക്കാളും ദേഷ്യപ്പെടും. എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ മറ്റൊരാളെ കണ്ടാൽ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുവെങ്കിൽ, അതിനേക്കാൾ അല്ല ദേഷ്യപ്പെടുന്നുവെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ തിന്മയല്ലേ മറ്റൊരു സൈഡിലൂടെ ഏതെങ്കിലും ഒരു പുരുഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒരു സഹോദരി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഒരു ഭാര്യ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു വാപ്പാന്റെ ചിത്രം സങ്കല്പത്തിൽ കൊണ്ടുവരാൻ പറ്റോ? ശരീരത്തിന്റെ 22 അസ്ഥികൾ ഒരേ സമയം പൊട്ടുന്ന വേദന അനുഭവിച്ച് ജന്മം നൽകിയ മക്കളെ, പ്രിയമുള്ളവരെ, ഒന്നല്ല രണ്ടല്ല 4 മക്കളെ ഭർത്താവ് ചേർത്തെടുത്ത് പോകുമ്പോ, തന്റെ ഭാര്യയെ പിടിക്കപ്പെടുമ്പോ, ഇനി ഇവരുടെ മുഖം കാണാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ഈ അവിഹിതത്തിലൂടെ ജീവിച്ച നീ എന്റെ മക്കളെ വളർത്താൻ സംസ്കാരമില്ല എന്ന് പറഞ്ഞ് ഉമ്മാടെ മുമ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോ, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിലൂടെ തോന്നിയ തിന്മക്ക് ജീവിതം മുഴുവൻ പരിഹാരം കൊടുത്താൽ തീരാത്ത അവസ്ഥകളിലേക്ക് കടന്നു പോകുമെന്ന് അപകടങ്ങളെ തീരുമാനിക്കാൻ മാത്രമല്ല കേട്ടോ, എല്ലാ ബഹുമാനങ്ങളും തീരുമാനവും. ഒരു ബഹുമാനവും സമൂഹത്തിന് മുമ്പിൽ പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കണേ നമ്മുടെ മക്കളില്ലേ ബാപ്പ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? പ്രിയമുള്ളവരെ, ആ മക്കൾക്ക് ഉമ്മയല്ലാത്ത മറ്റൊരു സ്ത്രീയോട് അവിഹിതമായൊരു പ്രണയമുണ്ടെന്ന് പോലും ആ മക്കൾ അറിയുമ്പോ അവരുടെ ഹൃദയം തകരും. അവരെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഒരു ബഹുമാനം ഉണ്ടാവില്ല. എൻ്റെ പേരും അഡ്രസ്സും ഒന്നും അറിയാത്ത നിങ്ങൾ പോലും ഒരുപക്ഷെ എന്നോട് സലാം പറയുമ്പോൾ ഒരു സ്നേഹം വാത്സല്യം ഉണ്ടെങ്കിലേ, ഞാനൊരു മോശപ്പെട്ടവനാണെന്നറിഞ്ഞാൽ ഈ മിമ്പറിൽ കയറാൻ എനിക്ക് അധികാരമില്ല. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എന്ത് വിലയാളേ, ദീന് പറയാൻ എന്ത് പ്രാപ്തിയാളേ? എല്ലാവരുടെ ബഹുമാനവും തകർന്നു പോകുന്ന മേഖലയാണ് എന്ന് പറഞ്ഞത്. ഈ നീചവൃത്തി ഹറാമാക്കിയതാരാണെന്നറിയോ? എന്റെ റബ്ബാണ്. അല്ലാഹു ഹറാമാക്കിയതാണ്. നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളെ ഹറാമാക്കിയിട്ടുണ്ട് റബ്ബ്. മാത്രല്ല, എത്ര വിദ്വേഷ കൊലപാതകങ്ങളിലേക്ക് അവിഹിതങ്ങൾ എത്തി. എന്റെ മകളെ മറ്റൊരാൾ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ നിയമമല്ല പറയണേ,
ലീഗലില്ല പറയണേ. പക്ഷെ വൈകാരികത, വാപ്പ കൊലപാതകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം, ഭർത്താവ് കൊലപാതകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം. കണ്ടില്ലേ കേരളത്തിന്റെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അപകടങ്ങളെ. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് പുറത്തു വരില്ല എന്ന് ഒരിക്കലും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് പുറത്തു വരിക തന്നെ ചെയ്യും. പുറത്തു വരിക തന്നെ ചെയ്യും. നമ്മൾ ആലോചിക്കാനുണ്ടോ? ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. നമ്മളുടെ ഭർത്താവിൻ്റെ കയ്യിലാണ് നമ്മൾ ചെയ്ത ഹറാമായ ചാറ്റിങ്ങുകൾ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നില്ലേ? നമ്മളുടെ ഭാര്യയുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ തീർന്നില്ലേ പ്രിയമുള്ളവരെ? അതുവരെ ചേർത്ത് വെച്ചവനോട്, മക്കളുടെ ബാപ്പാന്ന് വിളിച്ചവനോട്, ഉമ്മാന്ന് വിളിച്ചവരോട് ഉറപ്പ് വന്നില്ലേ? അവിടെ കടന്നു വരും, പുറത്തു വരും. അധിക നാള് പറ്റിക്കാമെന്ന് ആരും വിചാരിക്കരുത്. പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. അതിനുപരി ഏറ്റവും വലിയ അവസ്ഥകളെ അള്ളാന്റെ ഖുർആൻ പറയാണ്. അള്ളാന്റെ പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് നാളെ പരലോകത്തിന്റെ വിചാരണ പറയുന്നുണ്ട്. ഇഖ്റ കിതാബക, നിന്റെ ഗ്രന്ഥത്തെ നീ ഒന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക്കൽ യൗമ, അന്നേ ദിവസം നിനക്ക് മതിയായതാണ്. അലൈക ഹസീബാ, നിന്റെ മേലെ വിചാരണ മതിയായതാണ്. അള്ളാന്റെ മുമ്പില് നിങ്ങൾ നോക്ക്, ചങ്ങരംകുളത്തിലെ കുടുംബത്തിന്റെ തറവാട്ട് മഹിമയില് അവിടെ ആരുടെ മുമ്പിലും പറ്റിക്കാൻ സാധ്യമായാൽ ഉറപ്പാണ് പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ഇനി അതിനുമപ്പുറത്ത് ചിന്തിച്ചോ, അള്ളാന്റെ കോടതിയിൽ മുഴുവൻ ആളുകളും നിൽക്കുന്ന സാഹചര്യങ്ങളില് അള്ളാന്റെ മുമ്പിൽ നിന്റെ വിചാരണ മതിയായതാണ്. പുറത്തിട്ട് തരില്ലേ അല്ലാഹു തആല, കാണിച്ചു തരില്ലേ അല്ലാഹു തആല? എവിഡൻസുകൾ സഹിതം. ആ ഒരു ലോകത്തെ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു ലോകത്തെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതെന്നറിയോ? കല്യാണം കഴിഞ്ഞൊരു സഹോദരിയില്ലേ, അവരാരാണ്? നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഒരു പെൺകുട്ടീനെ വളർത്തുമ്പോൾ പറഞ്ഞു കൊടുക്കും, നീ വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ്, എൻ്റെ വീട് ഇതല്ല. അങ്ങനെയല്ലേ പറഞ്ഞു വളർത്തല്ലേ? വേറൊരു വീട്ടിൽ കല്യാണം കഴിച്ച് വന്നാൽ പറയും, നീ ഇവിടെ വന്ന കുട്ടിയാന്ന് പറയും. നിങ്ങൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരാർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? അവരാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നൊമ്പരും സഹിച്ചത്? ശരീരത്തിൻ്റെ സൗന്ദര്യങ്ങൾ മാറുന്ന നമുക്ക് വേണ്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവരുടെ ശരീരത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും അവർ മാറ്റിവെക്കുമ്പോൾ അവരെയാണ് നമ്മൾ ചതിച്ചതെങ്കിലോ, അവരെയാണ് ചതിക്കുന്നതെങ്കിലോ, രണ്ടാമത് അവർക്ക് ആരോട് വിഷമം പറയാനുണ്ടാവും? ആരോട് പറയാനുണ്ടാവും? വാപ്പാനോട് പറയാൻ പറ്റുമോ? ഒരുപാട് ത്യാഗം അനുഭവിച്ച വാപ്പ, ഉമ്മ, ഇനി അവരുടെ കണ്ണ് നിറയുമെന്ന് പേടിച്ച് അവരോട് മൗനം പാലിക്കണേ. മക്കൾ സഹിച്ചിട്ട് ജീവിക്കണവരെ അല്ല നമ്മളെ വെറുതെ വിടോ സഹോദരന്മാരെ? അല്ല വെറുതെ വിടോ? മൂന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ പറയില്ലേ, അവർ 2 ദിവസം വീട്ടിൽ പോകാന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കും, ഇനി ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരാൻ? കാരണം ആ ഗ്യാപ്പ് നികത്താൻ ആയുസ്സിൻ്റെ അധ്വാനങ്ങളെ കൊണ്ടോ നമ്മളുടെ പവർ കൊണ്ടൊന്നും നമുക്ക് കഴിയില്ല. വീട്ടിൽ അവരെയാണ് നമ്മൾ ചതിച്ചതെങ്കിൽ, വഞ്ചിച്ചത് എങ്കിൽ, പകല് മുഴുവൻ പുറത്തിറങ്ങി പണിയെടുക്കുമോ, അറബ് രാജ്യത്തിന്റെ മണ്ണില് പെടാപാടുപെട്ട് അധ്വാനിക്കുമോ, തന്റെ ഭർത്താവിന് വേണ്ടി അള്ളാഹുവിനോട് കരങ്ങളുയർത്തി ദുആ ചെയ്ത ഒരു സഹോദരിയുടെ കണ്ണീരിനാണ് വിലയില്ലാക്കിയത് എങ്കിൽ അവർ പ്രാർത്ഥിച്ച റബ്ബ് നമ്മളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, സഹോദരിമാരെ, വർഷങ്ങളായി കുടുംബമില്ലാതെ, മക്കളില്ലാതെ, സ്വന്തം ഭക്ഷണങ്ങൾ പോലും മാറ്റിവെച്ച് 14 മണിക്കൂറും 16 മണിക്കൂറും പെടാപാടുപെട്ട് അധ്വാനിച്ച് കിട്ടുന്ന സമയങ്ങൾക്കിടയിൽ വീഡിയോയിലൂടെ മക്കളെ കണ്ട് സമാധാനമടയുന്ന പാവപ്പെട്ടവൻ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാ, ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ബദാമും പിസ്സയും വാൽനട്ടും ചോക്ലേറ്റും ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഈ നട്സുകളൊക്കെ സൗദി അറേബ്യയിലോ ബഹ്റൈനിലോ യുഎഇയിലോ ഖത്തറിലോ കുവൈത്തിലോ പൂത്തുറഞ്ഞു നിൽക്കുന്നതല്ല. ഒരുപക്ഷെ ഇവിടത്തെക്കാളും വില കൊടുത്ത് വാങ്ങിയ അവരുടെ ആരുടെയും റൂമിന്റെ തലഭാഗത്ത് ബോട്ടിൽ വെച്ചതല്ല. എന്നിട്ട് നമ്മൾ ഓഹരി വെക്കുമ്പോ പറയും, അവരൊക്കെ എന്നും തിന്നരുതല്ലേ, വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക. പാവങ്ങളാ പ്രിയമുള്ളവരെ. അങ്ങനെ കഷ്ടപ്പെട്ടൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോ മക്കളുടെ മുഖം ഓർമ്മ വന്നവരാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പ്രവാസിയെ, അവനില്ലാത്ത ഒരുത്തനോട് നിങ്ങൾ ചാറ്റിങ്ങിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഹറാമായ സംസാരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവരോടുള്ള ഒരു സ്പർശനം വന്നിട്ടുണ്ടെങ്കിൽ ഏത് റബ്ബ് മാപ്പ് തരാനാ നിങ്ങളോട്? എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി എന്താ പ്രിയമുള്ളവരെ, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എവിടെയാണ്? ഇത് സംഭവിക്കാതിരിക്കാനുള്ള പരിഹാര മാർഗം എവിടെയാണ്? നമ്മളുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്ന്, മരണത്തെക്കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവണം. ഒരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് മരണം തരുന്നതെങ്കിൽ
നമ്മളുടെ അവസ്ഥ എന്താ? അവസ്ഥ എന്താ? അള്ളാഹു അനുവദിക്കാത്ത ഒരുത്തരോടുകൂടെയാണ് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ, ഞാൻ അതിനപ്പുറമൊന്നും പറയണില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, കൈകൾക്ക് വ്യഭിചാരമുണ്ട്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, കൈകളുടെ വ്യഭിചാരം ബത്ഷാണ്, പിടിക്കലാണ്. കണ്ണിന്റെ വ്യഭിചാരം നെല്ലറാണ്. കാതിന്റെ വ്യഭിചാരം കേൾവിയാണ്. കാലിന്റെ വ്യഭിചാരം അതിലേക്കുള്ള നടത്തമാണ്. നിങ്ങളുടെ ലൈംഗികത അതിനെ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ വ്യഭിചാരങ്ങളുടെ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നവരെ, അതിനിടയിലാണ് മലക്കുൽ മൗത്തിന്റെ വിളി വരുന്നതെങ്കിൽ, റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന, ആകാശത്തിന്റെ കമാനങ്ങൾ തുറക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ കമാനങ്ങൾ ഖബറിലേക്ക് തുറക്കപ്പെടുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് മരിക്കാൻ കഴിയുമെന്ന് എവിടെയെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടൊരു ഹറാമ് ചെയ്യുമ്പോ വ്യഭിചാരമെന്ന് വേണ്ട, അശ്ലീലമായ സംസാരമെന്ന് വേണ്ട, ചാറ്റിംഗ് എന്ന് വേണ്ട, ഒരു ഹറാമിന്റെ പ്രവൃത്തി ചെയ്യുമ്പോ ചിന്തിക്കണേ, ഇതിനിടയിലാണ് അള്ളാഹു മരണം തരുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? എന്റെ അവസ്ഥ എന്താണ്? ആലോചിച്ചിട്ടുണ്ടോ? രണ്ടൊരു തിന്മയിലേക്ക് പോകുമ്പോൾ ഓർക്കണം, വീട്ടിലെ ഭാര്യ ഓർക്കണം, പ്രിയപ്പെട്ടവനെ ജോലിക്ക് വേണ്ടി അധ്വാനിച്ച ഭർത്താവിനെ ഓർക്കണം. കാരണം എന്താണെന്നറിയോ? എല്ലാ കുടുംബ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ ഒരൊറ്റ വാക്ക് മതി, അവൾ എന്റെയാണ്. നിങ്ങളിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ഇണകളെ പടച്ചത്. എന്റെ ലൈഫ് പാർട്ട്ണർ മാത്രമല്ല അവള്, എന്നീന്ന് എന്റെ റബ്ബ് പടച്ച എന്റെ പങ്കാളിയാണ്. അവളെയാണ് ഞാൻ വഞ്ചിക്കുന്നത്. ഓർമ്മ ഉണ്ടാവണം. മറ്റൊരു വിഷയം നമ്മൾ ആലോചിക്കേണ്ടത്, പ്രിയമുള്ളവരെയും, അള്ളാന്റെ മുമ്പിൽ വരുന്ന വിചാരണയാണ്. അതാ ഞാൻ പറഞ്ഞു, മറച്ചു വെക്കാൻ കഴിയില്ല. ആ വിചാരണയെ ഓർക്കണം. ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ തെറ്റായ രീതിയിലൂടെ തൊടുന്നതിനേക്കാളും നല്ലത് മൂർധാവിലൂടെ ആണി അടിച്ചിറക്കലാണെന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം. അതിനപ്പുറം അല്ല കൊണ്ടുവന്ന് നിർത്തൂലേ? ഗ്രന്ഥങ്ങളിലൂടെ വിചാരണ ചെയ്യില്ലേ? നേർക്കുനേരെ ചോദ്യങ്ങൾ ചെയ്യില്ലേ? ആരാരും അറിയാതെ മറവിൽ ഏത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ആപ്പിന്റെ സഹായത്തോടെയാണെങ്കിലും, ആരാരും കാണാതെ മായ്ച്ചു കളഞ്ഞതാണെങ്കിലും, പ്രിയമുള്ളവരെ പേര് മാറ്റി സേവ് ചെയ്ത നമ്പർ ആണെങ്കിലും, ആലോചിക്കണ അള്ളാന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ അള്ളാനോട് സാക്ഷി പറയുന്നുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ വായകൾ സീൽ വെക്കുന്ന, കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന നാളാണ്. ഒന്നുകൂടെ കൊത്തിവെക്കണേ ഹൃദയങ്ങളിലൂടെ. സൂറത്ത് ഫുസ്സിലത്തിലൂടെ അല്ല പറയുന്നുണ്ട്, അള്ളാനോട് സാക്ഷി പറയുന്നത് ആരാണെന്നറിയോ? സമൂഹും അബ്സാറുഹും വജുലൂദുഹും. അവരുടെ തൊലികളാണ്, അവരുടെ കേൾവികളാണ്, അവരുടെ കാഴ്ചകളാണ്. ആരാരും അറിയാതെ കണ്ടുപോയ ഹറാമുകളോട്, പ്രിയമുള്ളവരെ, മറഞ്ഞിരുന്ന് ചെയ്ത ചാറ്റുകളോട് കണ്ണ് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കണ്ടുപോയത് റബ്ബേ. വിരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് നിശയിലൂടെ നിശബ്ദതയിലൂടെ ആരാരും അറിയാതെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ടാണ് കേട്ടുപോയത് റബ്ബേ. അവന്റെ തൊലികൾ പറയണ വാക്കുണ്ട്, എന്നെ കൊണ്ടാണ് തൊട്ടുപോയതല്ലാ. ഈ ശരീരമില്ലാതെ, ഈ കാതില്ലാതെ, ഈ കണ്ണില്ലാതെ ഒരു തെറ്റിലേക്ക് പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാന്റെ മുമ്പിൽ കണ്ണ് പറയും, അള്ളാന്റെ മുമ്പിൽ കാത് പറയും, അള്ളാന്റെ മുമ്പിൽ തൊലികൾ പറയും. അവസാനം അവനെ നരകത്തിലേക്ക് എറിയുമ്പോ, പ്രിയമുള്ളവരെ, 42 മുഴമായി തൊലികളെ വികസിച്ച് അത് നരകത്തിലൂടെ വെന്തുരുകുമ്പോ, തൊലികളെ മാറ്റി മാറ്റി പഴിപ്പിക്കുമ്പോ അവൻ ചോദിക്കുന്നുണ്ട്, വഖാലു ലിജുലൂദിഹിം ലിമ ശഹിതും അലൈന. എന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? നീ സാക്ഷി പറഞ്ഞത് കൊണ്ടല്ലേ? ഖാലു അൻതകനല്ലാഹ് അൻതക കുല്ല ഷൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബാണ്. എന്നെയും സംസാരിപ്പിച്ചത് എന്നാണ്. എന്റെ റബ്ബ് എന്നെ സംസാരിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിന്തിക്ക. ഈ കണ്ണില്ലാതെ, ഈ കാതില്ലാതെ, ഈ തൊലികളില്ലാതെ ഒരു തിന്മയിലേക്ക് പോവാൻ കഴിഞ്ഞോ സഹോദര? അതിന് കഴിഞ്ഞോ സഹോദരി? അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ശരീരമാണ് സാക്ഷി പറയുന്നത്. ഇനി അതിന്റെ ശിക്ഷകൾ എന്താണ്? നരകത്തിൽ ഏറ്റവും വലിയ ദുർഗന്ധം എന്തിനാണെന്നറിയോ? നരകത്തിൽ ഏറ്റവും വലിയ ദുർഗന്ധം എന്തിനാണെന്നറിയോ? നരകത്തിൽ അസ്ലീൻ എന്ന് പറയുന്ന ഒരു പാനിയുണ്ട്. ഒരു കോരി ദുനിയാവിലേക്ക് ഒഴിച്ച ഈ ദുനിയാവ് മുഴുവൻ ദുർഗന്ധം വമിക്കും. അത്ര ദുർഗന്ധമുള്ള ഇസ്ലീലുള്ള നരകത്തിൽ ഏറ്റവും ദുർഗന്ധമുള്ള എന്തിനാണെന്നറിയോ? അതുക്ക് മുകളിൽ വ്യഭിചാരികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ കത്തിക്കുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്നതാണ് ഏറ്റവും ദുർഗന്ധമെന്നാണ്. ഏറ്റവും ദുർഗന്ധമെന്താണ്? പ്രിയമുള്ളവരെ,
തോന്നുമോ മനസ്സിൽ? ഈ ദീനിന്റെ അറിവാണ് നമ്മളെ വിജയം തരാനുള്ള വഴി. ഇനിയോ അള്ളാന്റെ ഖുർആൻ കൃത്യമായി നേർക്ക് നേരെ നെസ് പറഞ്ഞ നരകമുണ്ടെന്ന് പറഞ്ഞ ഏറ്റവും വലിയ തിന്മയാണ് വ്യഭിചാരമെന്ന് പറയുന്നത്. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസിൽ കാണാം, മുകൾ ഭാഗം കുടുസായി താഴ്ഭാഗം വിശാലമായ നരകത്തിലെ കളകളാന്ന് തിളച്ചുമറിയുന്ന ആളുകളെ, അവർ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരുമാണ്. തിളച്ച മുകളിലേക്ക് എത്തുമ്പോൾ താഴേക്ക് വീഴാൻ, അവർക്കിതിങ്ങനെ ആവർത്തിക്കപ്പെടാൻ. എന്തിനാണ് ജിബ്രീലേ, എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ? അവര് പറഞ്ഞു, റസൂലേ, അസ്സവാനി വസ്സുനാത്ത്, വേശ്യകളായ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്, വ്യഭിചാരങ്ങൾ ചെയ്തവരാണ്. അത്ര വലിയ ശിക്ഷകളാണ് നരകത്ത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ലാട്ടോ. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തിൽ അടുക്കരുത് കേട്ടോ. കണ്ണുകൊണ്ടൊരു നോട്ടം വേണ്ട, അങ്ങനത്തെ ഒരു സംസാരം വേണ്ട, അങ്ങനത്തെ ഒരു കേൾവി വേണ്ട, അതിലേക്ക് നിങ്ങൾ അടുക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈമാനില്ല, ഈമാൻ നഷ്ടപ്പെടും. നമുക്ക് മുഅ്മിനാന്ന് പറയാൻ പോലും അവകാശമുണ്ടാവില്ല. റസൂൽ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിക്ക് മുഅ്മിനായ അവസ്ഥയിൽ വ്യഭിചരിക്കാൻ കഴിയില്ല. മുഅ്മിനായിട്ട് വ്യഭിചരിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താ? വ്യഭിചാരത്തിലേക്ക് ഈ പള്ളിയിൽ ആരെങ്കിലും, ഈ പള്ളിയിലെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾക്ക് ആ ഒരു തിന്മയുടെ ചാബല്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഈമാനിൻ്റെ എന്ന് പോയി എന്നാണ്, ഞാനൊരു മുഅ്മിനല്ലാത്ത അവസ്ഥയ്ക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ സന റജുലു ഖറജ മിൻഹുൽ ഈമാൻ, ഒരു മനുഷ്യനെ വ്യഭിചരിച്ചാൽ അവനിൽ നിന്ന് ഈമാൻ പുറത്തു പോയി എന്നാണ്, അവൻ ഈമാൻ പുറത്തു പോയി എന്നാണ്. അത്ര ഗൗരവമില്ല പ്രിയമുള്ളവരെ. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആയത്തില്ലേ, അള്ളാന്റെ യഥാർത്ഥമായ വിശ്വാസി ആരാണ്, അവന്റെ പ്രത്യേകത, അവന്റെ അല്ലാഹു തആല പറയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ഇണകളൊഴികെ വലങ്കൈ ഉടമപ്പെടുത്തിയത് അവരുടെ അടിമകളൊഴികെ, അതിനപ്പുറത്തേക്ക് ആര് സഞ്ചരിക്കുന്നുവോ അവർ ആക്ഷേപിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് വിശ്വാസി സദാചാര വിശുദ്ധിയുള്ളവനാണ്. സഹോദരിമാരെ, ഒരു പെർഫ്യൂം പോലും മുഅ്മിനത്തായ ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ ഉപയോഗിക്കാൻ അവകാശമില്ല എന്ന യാഥാർത്ഥ്യത്തെ കൂടെ നമ്മൾ തിരിച്ചറിയാം. അള്ളാഹു മനസ്സിലാക്കാൻ, സൂക്ഷ്മതയോടെ ജീവിക്കാൻ, ജീവിതത്തെ ഏറ്റവും മനോഹരമായി അള്ളാഹു തന്ന ഖുർആൻ സൂറത്ത് റൂമിൽ 21-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹ, സമാധാനത്തോടുകൂടെ വീട് കൂടി താമസിക്കാനുള്ള കുടുംബജീവിതം, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്ക് അള്ളാഹു തന്ന മവദ്ദ എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ആ വാക്ക് 90-ലധികം പദങ്ങളുണ്ട് പ്രണയത്തിന് അറബി ഭാഷയിലെ. അതിൻ്റെ സുപ്പീരിയർ പദവിയിൽ നിൽക്കുന്ന മവദ്ദ, പ്രണയം, ലവ്, സ്നേഹം, ഇത് അള്ളാഹു ചോർത്ത് വെച്ച നിങ്ങളോട് ഒരു മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഐ ലവ് യു നമ്മൾ ഇംഗ്ലീഷിൽ പറയണ വാക്ക് റസൂൽ പറയാൻ, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് പറയണം, ഭാര്യയോട് പറയാനുള്ളതാണ്, ഭർത്താവിനോട് പറയാനുള്ളതാണ്, അത് മറച്ചു വെക്കാനുള്ളതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു മവദ്ദ, പിന്നെ പറഞ്ഞ പ്രയോഗം റഹ്മ, ആ മവദ്ദയിലും ആ സ്നേഹം കീപ്പ് ചെയ്യുമ്പോൾ കിട്ടണ വല്ലാത്ത വൈകാരികത ഉണ്ട്. ശാരീരികമായിട്ട് ഒന്നിനും കഴിയാത്ത പശ്ചാത്തലത്തിൽ തളർന്നൊരു മൂലൊക്കെ കിടക്കുമ്പോഴും പ്രിയപ്പെട്ടവൻ്റെ ഒരു ഞരക്കം അസ്വസ്ഥമായി ഓടി വരുന്ന പ്രിയതമയുടെ സ്നേഹമല്ലേ, അതാണ് റഹ്മ, കാരുണ്യത്തിൻ്റെ സ്നേഹം. ഇത് രണ്ടും തന്ന പടച്ചവൻ തന്ന ഈ മനോഹരമായ കുടുംബത്തെ തെറ്റായൊരു പ്രവണത കൊണ്ട് തകർത്തെറിയുന്ന, ഒന്നുമില്ലാത്തവരായിത്തീരുന്ന, സ്വസ്ഥതയില്ലാത്തവരായിത്തീരുന്ന പരാജിതരായി നമ്മൾ മാറരുത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. പറഞ്ഞതിൻ്റെ ഗൗരവം ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് പതിഞ്ഞിരിക്കാൻ. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ, ഇത് ഇസ്ലാമിക ശരീഅത്തുള്ള നാടാണെങ്കിൽ, കല്ലെടുത്തെറിഞ്ഞവനെ കൊല ചെയ്യാനാണ് ഇസ്ലാമിൻ്റെ വിധി വരിക. അത്ര വലിയ പാതകമാണ് അയാൾ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ അതൊന്ന് മനസ്സിലിരിക്കാൻ വേണ്ടി പറയാൻ. മായിസ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ലോകത്ത് ആദ്യമായി എറിഞ്ഞു കൊല്ലപ്പെട്ട വ്യക്തി അദ്ദേഹമാണ്, സ്വഹാബിയായിരുന്നു. മായിസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, മായിസ് വ്യഭിചരിച്ചിട്ടുണ്ട്.
അള്ളാഹിന്റെ കോടതിയിലുള്ള ശിക്ഷ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ദുനിയാവിലെ എന്നെ എറിഞ്ഞു കൊല്ലണമെന്ന ശിക്ഷ റസൂലെ അങ്ങ് നടപ്പാക്കി തരണമെന്ന് പറഞ്ഞപ്പോ മായിസിനോട് ഇഷ്ടമുള്ള അള്ളാഹിന്റെ ഹബീബ് ചോദിച്ചു, സഹാബ എന്റെ മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ നോക്കിയാ, കാരണം കള്ളു കുടിച്ചെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്താൽ മതിയല്ലോ, എറിഞ്ഞു കൊല്ലാനുള്ള കരച്ചില്ലേ. കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് പറഞ്ഞു, അല്ല റസൂലെ, മായിസ് സ്വബോധത്തിലാ പറയണേ, മായിസ നിനക്ക് തോന്നിയതാവോ? അല്ല റസൂലെ, ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്നാണ്. അള്ളാഹിന്റെ ഹബീബ് ആദ്യമായി ആ ശിക്ഷ നടപ്പാക്കി. മായിസ് റളിയല്ലാഹു അൻഹു കല്ലേറ് കൊണ്ട് ഓടിപ്പോവാതെ അതിന്റെ വേദനകളിലൂടെ പടഞ്ഞു മരിച്ച അള്ളാഹിന്റെ മുമ്പിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ എന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചില്ല, മായിസേ നീയുമായി വ്യഭിചരിച്ചവൾ ആരാണ്? റസൂൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീ വന്നു റസൂൽ തന്നെ മുമ്പിൽ, നബിയെ മായിസമായി വ്യഭിചരിച്ചവൾ ഞാനാണ്. അള്ളാഹിന്റെ മുത്ത റസൂൽ പറഞ്ഞു, നിന്റെ ഗർഭത്തിലുള്ളതിനെ പ്രസവിക്കണം. താൻ ഗർഭത്തിലുള്ളതിനെ പ്രസവിക്കണം. ഒരു 10 മാസം നീട്ടി കിട്ടിയല്ലോ എന്നല്ല, അതിനിടയിൽ എനിക്ക് മരണം വന്നാലോ എന്റെ അവസ്ഥ എന്താകുമെന്നാണ്. പ്രിയമുള്ളവരെ, പ്രസവം കഴിഞ്ഞ സഹോദരി വന്നു. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, 2 വർഷം പൂർണ്ണമായി കുഞ്ഞിനെ പാലൂട്ടണം. അതിനിടയിൽ എനിക്ക് മരണം വന്നാലോ? അവർക്ക് പേടിയുണ്ട്, അത്ര ഗൗരവമാണ്. അവസാനം നിങ്ങൾക്കറിയോ, 2 വർഷം പാലൂട്ടി കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്ത് അവൻ സ്വന്തമായി ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തി പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോ അവരുടെ വലിയനെ വിളിച്ച് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവളുടെ മേലെ ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവിറക്കുമ്പോ, കല്ലേറ് കൊണ്ട് ആ സഹോദരി രക്തം വാർന്ന് പടഞ്ഞു മരിക്കുമ്പോ അവരുടെ ജനാദ മുന്നിൽ വെച്ച് അള്ളാന്റെ ഹബീബ് ഇമാമായി കൈകെട്ടുമോ? ചോദിച്ചില്ല റസൂലേ, വ്യഭിചാരിണിയായ ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണോ അങ്ങ് ഇമാമ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, ഉമറേ, മദീനക്കാരായ 70,000 ആളുകളുടെ തൗബ ചെയ്താലും അവരുടെ മുകളിൽ മികച്ച നിൽക്കുന്ന തൗബ ഇവരുടേതാണെന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ. അത്ര വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഹറാമിന്റെ പടിവാതിൽക്കൽ. സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഏതൊരാളുടെ കയ്യിലും സ്വകാര്യമായി കൈകാര്യം ചെയ്യാവുന്ന ആൻഡ്രോയിഡ് ഫോണുകളും സ്വകാര്യതകളെ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയാവുന്ന ആപ്പിൾ ഫോണുകളും കയ്യിലുള്ള കാലഘട്ടങ്ങളിൽ തിന്മയുടെ സാഹചര്യങ്ങൾ കൂടുതലാണ്. ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ് ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ പൂർവ്വകാല പ്രണയത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് മനസ്സ് മോഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഖുതുബ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, പോയിന്റുകൾ ഉണ്ടാവണം. വീട്ടിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മളുടെ ഭാര്യയെ, പ്രിയപ്പെട്ടവന്റെ മുഖം, നമ്മൾ വാത്സല്യത്തോട് ഓമനിച്ചേർത്ത മക്കളുടെ മുഖം, നമ്മളുടെ മാതാപിതാക്കളുടെ മുഖം, സമൂഹത്തിന്റെ പിക്ചറും നമ്മളുടെ ഹൃദയത്തിലുണ്ടാകണമെന്ന് മാത്രം. തിന്മക്കുള്ള സാഹചര്യങ്ങൾ, കൂടിച്ചേരുന്ന സാഹചര്യങ്ങളെ, അതിനുള്ള അവസരങ്ങളെ നിങ്ങൾ ഉലമാക്കൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ മര്യാദ പഠിപ്പിച്ചെടുത്ത് അതൊരു ഖുതുബ മാത്രമായി ഞാനിവിടെ നടത്തിയതാണ്. ഫോണിങ്ങിന്റെ 12 മര്യാദകൾ ഞാനിവിടെ ചർച്ച ചെയ്തിരുന്നു. അതിൽ പറഞ്ഞതെന്താണ്? ഉലമാക്കൾ പറഞ്ഞെന്താണ്? ഒരു ചാറ്റ് റൂമിൽ ഒരു പെണ്ണിനോട് ഒരാണ് ഒറ്റക്കാവുന്നുവെങ്കിൽ അതൊരു റൂമിൽ ഒരാണും പെണ്ണും ഒറ്റക്കാവുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സ്വകാര്യതകളിൽ ഒരിക്കലും തന്നെ ഒറ്റക്കാവുന്ന സാഹചര്യങ്ങളെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തണം. പുരുഷന്മാരെ, ദയ്യൂസുകളായി നമ്മൾ മാറരുതെന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. എന്താ ദയ്യൂസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമെന്നറിയോ? തിന്മയുടെ കൂട്ടിക്കൊടുപ്പുകാരൻ എന്നാണ് ദയ്യൂസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. എല്ലാ സാഹചര്യങ്ങളും വിട്ടു വെച്ചു. നമ്മൾ പറയും ഇത് സോഷ്യൽ കാലഘട്ടങ്ങളിലല്ലേ, കൂട്ടുകാരന് വീടിന്റെ അടുക്കളയിൽ പ്രവേശനം ഇല്ല. പ്രിയമുള്ളവരെ, ഇല്ല. അങ്ങനത്തെ കാലഘട്ടത്തില് നിങ്ങളൊക്കെ ഇപ്പോഴും പഴഞ്ചനാണെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുത്ത് റസൂൽ മനുഷ്യനെ പടച്ച മനുഷ്യന്റെ വൈകാരികതകൾ അറിയുന്ന അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ മതി. അതിനപ്പുറത്തൊരു സാമൂഹികത പറയുന്ന ആളുകളുടെയും അറിവുകളുടെ ആവശ്യമില്ല. സോഷ്യലല്ലേ, കൂടിയിരുന്നാൽ എന്താണ് പ്രശ്നം? വീടിൻ്റെ അകത്ത് വന്നാൽ എന്താ പ്രശ്നം? കൂട്ടുകാരന്റെ ബൈക്കിന്റെ പിന്നിൽ ഭാര്യ പോയാൽ എന്താ പ്രശ്നം? ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന്റെ കൂടെ ചെറിയ മോളെ വാപ്പാക്ക് പറഞ്ഞു വിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരോട് തിന്മയുടെ കൂട്ടിക്കൊടുപ്പുകാരായി, ദയ്യൂസുകളായി നിങ്ങൾ മാറരുത്. മഹറമിന്റെ കൂടെയല്ലാതെ ഒറ്റക്കുള്ള അങ്ങനത്തെ യാത്രകൾ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതേ. നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാം നമ്മൾ അങ്ങനത്തെ അവസരങ്ങളെ വെച്ചു കൊടുത്തവർ നമ്മളാണ്. എന്നിട്ട് അവസാനം നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കുടുംബത്തിനെ ഭദ്രമാക്കണേ, സ്നേഹമാക്കണേ. മുത്ത് റസൂല് പറഞ്ഞു, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, മറച്ചു വെക്കാനല്ല. പ്രിയപ്പെട്ടവളോടും പ്രിയപ്പെട്ടവനോടും കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ മാത്രമല്ല,
പഞ്ചാര വർത്താനങ്ങളെന്ന് ഒരു പള്ളിയുടെ മിമ്പറിൽ ഇത്ര ഓപ്പണായി ഞാൻ സംസാരിക്കുന്നത് അതെൻ്റെ മുത്തുനബി പഠിപ്പിച്ചതുകൊണ്ടാണ്. നിങ്ങൾ നോക്കി, നിങ്ങളും നിങ്ങളുടെ ഇണയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ മധ്യവർത്തികൾ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ, ഇണകൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ മധ്യവർത്തികളോ? മുത്തുനബി പറഞ്ഞു, അത് പഞ്ചാര വർത്താനങ്ങളാണ്. നിങ്ങൾ നോക്കേ, അങ്ങനെ ആ സ്നേഹത്തെ ദൃഢമായി വെക്കാൻ ഭാര്യ പറഞ്ഞൊന്ന് കേട്ടുകൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ പള്ളിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും അവൾക്ക് പറയാനുള്ളത് ഫോണിൽ ഒരു നിശ്ചിത സമയമെങ്കിൽ പുറത്താണെങ്കിൽ കേട്ടുകൊടുക്കാൻ, വീട്ടിലൊന്നിരുന്ന് അവളോടൊന്ന് സംസാരിക്കാൻ, നമ്മളുടെ സംസാരങ്ങൾ അവരോട് പറയാൻ, ഒരുപാട് പറയാനുള്ളവരെ കേട്ടുകൊടുക്കാൻ ഒരവസരം ഉണ്ടായോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കുന്നവനോട് ഇടക്കിടക്ക് വിളിക്കൊന്നും വേണ്ട. ഇങ്ങനെ ശല്യം ചെയ്യാനെന്ന് പറയുന്ന ദുസ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അവർക്കാരല്ലേ? ഉമ്മാക്ക് വാപ്പുണ്ടായിരിക്കും, പെങ്ങൾ കളിയനുണ്ടായിരിക്കും, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന സഹോദരിക്ക് ആരല്ലേ? നമ്മളല്ലേ ഉള്ളൂ പ്രിയമുള്ളവരെ, നമ്മളല്ലേ ഉള്ളൂ. സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരോട് അവരുടെ ജോലിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ഒരുപാട് സമ്മർദ്ദങ്ങളിൽ ഉഴറുമ്പോൾ അതിൻ്റെ മേലെ വീണ്ടും പ്രയാസപ്പെടുത്താനില്ല, ഒരു താങ്ങ് കൊടുക്കാൻ. പെണ്ണിന്റെ സ്വരത്തിനെ ലോലത അല്ലാഹു കൊടുത്തത് കൊഞ്ചിക്കൊഴയാനല്ല, അത് ഭർത്താവിനോട് സമാധാനിപ്പിക്കാനാണ്, അയാളോട് കൊഞ്ചിക്കൊഴയാനാണ്. പുരുഷന്റെ സ്വരത്തിന് കമാൻഡിങ് പവർ കൊടുത്തത്, ഗാംഭീര്യം കൊടുത്തത് അതിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളെ ചേർത്ത് വെച്ച് സന്തോഷത്തോടെ വീട്ടിൽ ഗസ്റ്റിന് ഇരിക്കാനല്ല ലിവിംഗ് റൂം ജീവിക്കാനുള്ള റൂം പണിത് വെച്ചിട്ടില്ലേ നമ്മൾ? വാപ്പിയമ്മി മക്കളൊക്കെ ഇരിക്കണം, സംസാരിക്കണം. അള്ളാഹ് പറഞ്ഞ ഊഷ്മളമായ ഖുർആൻ പറഞ്ഞ ബന്ധത്തിലൂടെ ജീവിക്കുമ്പോൾ എവിടെയും കിട്ടൂല ഈ ആനന്ദവും സന്തോഷവും. അതിനെ എറിഞ്ഞ് തകർക്കുന്നവരാവല്ലേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹ്. കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്.